ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പെരിയകൊമ്പ് ലോഗോസിലേക്കുള്ള ട്രെക്കിങ്ങും അതുപോലെ അവിടെ ചെന്നിട്ടുള്ള മനോഹരമായ കാഴ്ചകളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇവിടെ നിന്നൊരു 5 കിലോമീറ്ററാണ് നമുക്ക് പെരിയകൊമ്പ് ലോഗോസിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യം 2 മണിക്ക് തന്നെ വരികയാണെങ്കിൽ ഈ ഒരു 5 കിലോമീറ്റർ നമ്മൾ നടന്ന് തന്നെയാണ് പോകുന്നത്. നമ്മുടെ വാഹനം ഈ ഒരു വനജോത്സനയിൽ പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നടന്ന് വേണം പോകാൻ. ജോൺസണിയിൽ നമ്മളൊരു ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. മാക്സിമം പോയാൽ 3 മണി, അതിനപ്പുറത്തേക്ക് പോകരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 2:59 ആയപ്പോഴാണ് എത്തിച്ചേർന്നത് കേട്ടോ. കാരണം നമ്മൾ പോരുന്ന വഴിക്കൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഈ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന ഗേറ്റിന് മുന്നിൽ എത്തിയേക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി തിരിച്ചു കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ട് പോയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗൈഡും കൂടെ വരാനുണ്ട്. അപ്പോൾ അവർ ബൈക്കിലാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഉദുമൽപേട്ടയ്ക്ക് പോകുന്ന ബസ്സാണ് പോകുന്നത്. ഇത് ചമ്പക്കാട് ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതുപോലെ പ്രത്യേക അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ ഇതിനുള്ളിലേക്ക് കടക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗൈഡ് പ്രകാശ് ചേട്ടനും അതുപോലെ പൊന്നപ്പൻ എന്ന് പറയുന്നൊരു ചേട്ടനും കൂടിയാണ് കേട്ടോ. പ്രകാശ് ചേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. ഒരുപാട് നാളുകളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നതാണ്. ഇവരുടെ പശുക്കളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പാലം കയറി ആണ് നമുക്ക് ഈ ഒരു പുഴ കടന്ന് വേണം പോകാനായിട്ട്. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഒരു നദിയായ പാമ്പാറാണിത്. മഴക്കാലമാകുമ്പോഴേക്കും ഇത് നിറഞ്ഞ് കവിഞ്ഞ് കുത്തിയൊലിച്ചൊഴുകും കേട്ടോ. ഇപ്പോൾ തന്നെ ഈ ഒരു നടുക്കൂടെയുള്ള ഒരു പാതയിലൂടെ നല്ല രീതിയിലാണ് ഒഴുക്ക്. അപ്പോൾ ഈ ഒരു നദി ഒഴുകി ചെല്ലുന്നത് തമിഴ്നാട്ടിലെ അമരാവതി ഡാമിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴി ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതാണ്. നമുക്ക് നേരെ ഈ കാണുന്ന മുകളിലേക്കുള്ള വഴിയിലൂടെ കയറി വേണം പോകാനായിട്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റേ നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 പേർക്കുള്ള എമൗണ്ട് അടയ്ക്കും. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് എക്സ്ട്രാ പേഴ്സണുള്ള എമൗണ്ട് അടയ്ക്കുന്നത്. നമ്മളിന്ന് 4 പേരാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 2 പേർക്ക് 3500 രൂപയും എക്സ്ട്രാ വരുന്ന 2 പേർക്ക് 1000 രൂപ വീതവും നമ്മളിവിടെ കൊടുക്കണം. അങ്ങനെ മൊത്തം 5500 രൂപയാണ് കൊടുക്കേണ്ടത്. പോകുന്ന വഴിയിൽ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് മണ്ണൊക്കെ ഇളകി കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആന പുല്ലൊക്കെ പറിച്ച് കഴിച്ചതാണ്. രാത്രിയിലത്തെ ഫുഡും അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. രാത്രിയിൽ നമുക്ക് സ്റ്റേയിൽ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരും. രാവിലത്തെ ഫുഡ് നമ്മൾ വനജോത്സനയിൽ എത്തിയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ നടന്ന് പോകുന്ന വഴിക്കൊരു കിളിയുടെ കൂട് കണ്ടതാണ് കേട്ടോ. വളരെ ചെറുതാണ്, ചെറിയ ഒരു കിളിയുടെ കൂടാണ്. ഇതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ആനയുടെ കാൽപ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന പെരിയകൊമ്പ് ലോഗോസിൻ്റെ തൊട്ട് പുറകിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ തലേദിവസം ആന ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. കാട്ടിൽ കിഴങ്ങ് പറിക്കാൻ പോയ ഒരു ചേട്ടനാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത്. തലേദിവസം ആന ഉണ്ടായിരുന്നത്, ഇപ്പോഴും ആ ഒരു ഭാഗത്ത് ആന ഉണ്ടെന്നാണ് പറഞ്ഞത്. രോമമൊക്കെ ഉണ്ടല്ലോ. നമ്മളീ നടന്ന് പോകുന്ന വഴിക്ക് തന്നെ കാട്ടുപട്ടിയുടെ കാഷ്ടം ഒരുപാട് സ്ഥലത്ത് കിടപ്പുണ്ട്. അപ്പോൾ കാട്ടുപട്ടിയുടെ ആണെന്നാണ് പറഞ്ഞത്. മറ്റേ ലെപ്പേഡിൻ്റെയൊക്കെ ആണെങ്കിൽ എല്ലും കഷ്ണമൊക്കെ ഉണ്ടാകും. ഈ ഒരു ചിന്നാർ ഫോറസ്റ്റ് ഡ്രൈ ഫോറസ്റ്റാണ്. ഇവിടെ 2 തരത്തിലുള്ള ക്യാക്ടസ് ഉണ്ട് കേട്ടോ. അത് നമ്മളീ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. അതുപോലെ ഇപ്പോൾ ചെറിയൊരു പച്ചപ്പിലൊക്കെയാണ് നിൽക്കുന്ന കാട്. അപ്പോൾ അതൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു മാർച്ചൊക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നിൽക്കും. ലോഗോസിലേക്ക് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ കയറ്റം കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങ് ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ തീയിടുന്നതൊക്കെ കാണാം. അപ്പം നമ്മളിവിടെ കയറി വന്നിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഈ പാറയിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ നമ്മുടെ പൊന്നപ്പൻ ചേട്ടനോട് മുന്നോട്ട് പോയിട്ട് അവിടെയൊക്കെ റെഡിയാക്കി ഇടാനായിട്ട് പ്രകാശ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. പ്രകാശ് ചേട്ടൻ നമ്മുടെ മുന്നേ കയറി പൊന്നപ്പൻ ചേട്ടനെ പതുക്കെ നമ്മുടെ സ്റ്റേയിലേക്ക് പറഞ്ഞു വിട്ടു. ഒരു 8 കൂട് കണ്ടോ.
അപ്പം നമ്മുടെ ലോഗോസിലേക്ക് നടന്നു വരുമ്പോൾ രണ്ടാമത്തെ ഒരു പാറയാണ് കേട്ടോ. ഇവിടെ നിന്നാലും നമുക്ക് താഴത്തെ വ്യൂ കുറച്ച് കിട്ടും. അപ്പം നമ്മളിവിടെ നിന്ന് ആനയുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രകാശ് ചേട്ടൻ പറഞ്ഞു കേട്ടോ, അപ്പുറത്ത് ഒരു പാറയുണ്ട്, അവിടെ പോയി നമുക്ക് നോക്കാമെന്ന്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിക്ക് ഒരു മൂർഖൻ പടം പൊഴിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊന്നപ്പൻ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഈ വഴിയിൽ കാണാറുണ്ടെന്നാണ്. അല്ലാതെ നമ്മൾ നടന്നങ്ങനെ മൂന്നാമത്തെ പാറയുടെ മുകളിലെത്തി കേട്ടോ. ഇവിടെ നിന്നാൽ നല്ല രീതിയിൽ വ്യൂ കിട്ടും നമുക്ക്. അപ്പോൾ ആനയുണ്ടോ എന്ന് നോക്കുവാണ് കേട്ടോ താഴെ. നമ്മുടെ നെല്ലിയാമ്പതിയിലെ നെല്ലിമരം പോലൊരു ചെമ്പകം. ഈ ഒരു പാറയിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേ ആയി. അപ്പോൾ സ്റ്റേയുടെ ചുറ്റും കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. വേലിയിൽ ഒരു കുപ്പിക്കകത്ത് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ആന വന്ന് തട്ടിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കമ്പിവേലി ഉള്ളത്. അപ്പുറത്തെ സൈഡിലൊന്നും കമ്പിവേലിയില്ല. ആനയ്ക്ക് വേണമെങ്കിൽ അതിൽ കയറി വരാം. പണ്ടെപ്പോഴും ഒരു വാട്ടർ ടാങ്ക് ആന നശിപ്പിച്ചതിൻ്റെ കഥയൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ അവർ. പുറകിൽ ഈ ഒരു ഭാഗത്തൂടെ വേണമെങ്കിൽ ആനയ്ക്ക് കയറി വരാം. നല്ല രീതിയിൽ ആനിമൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ സാധാരണയായിട്ട് 3-4 ഗൈഡൊക്കെ വരാറുണ്ട്. നമ്മൾ വന്ന സമയം കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ ഉണ്ടായിരുന്ന 2 പേരാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ളത്. കോടയുണ്ട് കേട്ടോ, കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷയമാവും മിക്കവാറും. നോക്കാം എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോയെന്ന്. നമ്മുടെ ഈ സ്റ്റേയുടെ മുറ്റത്ത് നിന്നുള്ള ഗംഭീര കാഴ്ചയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ ഏതൊരു ഏരിയയിൽ എവിടെ മൃഗങ്ങൾ നിൽപ്പുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയും. MunnarWildlife.com എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു സ്റ്റേ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നമ്മളൊരു കൂട്ടം കാട്ടുപോത്തിനെ കണ്ടെത്തി. ആ കൂട്ടത്തിലൊരു വെള്ള കാട്ടുപോത്തുണ്ട് കേട്ടോ. അപ്പം മഹിയാണ് പറഞ്ഞത് ആ ഒരു വെള്ള കാട്ടുപോത്തിൻ്റെ കാര്യം. നോക്കിയപ്പം ശരിയാണ്, കോടയുള്ളതുകൊണ്ടാണ് വലിയ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയാത്തത്. സ്കിന്നിന് കറുപ്പ് കളർ നൽകുന്ന മെലാനിൻ്റെ കുറവ് മൂലമാണ് ഈ ഒരു കാട്ടുപോത്തിന് വൈറ്റ് കളർ വരുന്നത്. അതുപോലെ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ മഞ്ചപ്പെട്ടിയിലാണ് ഈ കാട്ടുപോത്ത് അധികമായിട്ടും കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മഞ്ചപ്പെട്ടി കാട്ടുപോത്ത് എന്നും കൂടെ വിളിക്കുന്നത്. ഈ ഒരു കൂട്ടത്തിൽ ചെറിയൊരു കുട്ടിയും കൂടെ ഉണ്ട്. അങ്ങോട്ട് മറിയണ്ടതേ. അപ്പൊ രാത്രി നമ്മൾ വന്ന സമയത്ത് കാട്ടുപോത്തിൻ്റെ കൂട്ടവും ആനകളുടെ കൂട്ടമൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു താഴെ. അപ്പോൾ ആ ഒരു കാഴ്ചയെല്ലാം കണ്ടു നിന്നും നമുക്ക് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ രാത്രിയായി. നമ്മൾ വന്നിട്ട് ലോഗ് ഹൗസിനുള്ളിലേക്കും അധികം കയറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ രാവിലെയാണ് ലോഗ് ഹൗസിനുള്ളിലൊക്കെ കാണിച്ചു തരാം. നമുക്കുള്ള ഫുഡ് ഇവിടെ പൊന്നപ്പൻ ചേട്ടനും പ്രകാശൻ ചേട്ടനും കൂടെ റെഡിയാക്കുവാണ് കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ല, ലൈറ്റ് ഇട്ടാൽ പ്രാണി വീഴുമെന്നുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടോർച്ചടിച്ച് കാണിച്ചിട്ടാണ് ആൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ. കാട്ടിൽ വന്നിട്ട് നമ്മളുടെ നല്ലൊരു പ്രഭാതം മിസ് ചെയ്യരുതല്ലോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സൂര്യോദയം നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. യാതൊരു വിധത്തിലുള്ള ബഹളവും ഒന്നുമില്ലാണ്ട് കിളികളുടെ ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സൂര്യോദയം ആസ്വദിക്കാൻ കഴിയുമെന്ന് ഇങ്ങോട്ട് വന്ന വഴിക്കൊന്നും വിചാരിച്ചിരുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ട ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് കുറച്ച് സമയം നമുക്ക് ഈ കിളികളുടെ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് ഈ സൂര്യോദയം ആസ്വദിക്കാം.
സൂര്യോദയം കണ്ടുകൊണ്ട് നിന്നപ്പോൾ താഴത്ത് തന്നെ ഒരു കാട്ടുപോത്ത്, ഒരു വഴിയുണ്ട്, ആ വഴിയുടെ സൈഡിലായിട്ടാണ്. ഈ ഒരു കാട്ടുപോത്ത് നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. പക്ഷേ ഒരു ആനക്കൂട്ടം കണ്ടോ, ഇത് കുറച്ച് അകലെയാണ്, പോരാത്തതിന് കോടയുണ്ട്. ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ട ആനക്കൂട്ടം തന്നെയാണെന്ന് തോന്നുന്നു. കൊമ്പന്മാരുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പോകാനായിട്ട് റെഡിയായി കേട്ടോ. നമ്മൾ ലോഗോസിനുള്ളിൽ കാണിച്ചു തരാം. വന്ന സമയത്ത് അതിന് സമയം കിട്ടിയില്ല, കാരണം മൃഗങ്ങളെ കാണാൻ പോയി ഓടി. സോളാർ പവേഡാണ് ലോഗോസ്. അത്യാവശ്യം നല്ല ബാത്റൂമും ഉണ്ട്. പക്ഷേ ഇവിടെ മഴവെള്ളം ശേഖരിച്ച് വെച്ചാണ് ഉപയോഗിക്കുന്നത്. മഴ കുറവുള്ളപ്പോൾ താഴത്തെ പുഴയിൽ നിന്ന് ചുമന്നുകൊണ്ട് വന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വനജോത്സനയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് 4 കുപ്പി വെള്ളമാണ് കുടിക്കുന്നതിന് വേണ്ടി തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേയിൽ നിന്ന് ഇറങ്ങുവാണ്. പോകുന്നത് നമ്മൾ വേറൊരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലെ കുറച്ച് കാഴ്ചകളൂടെ നമുക്ക് കാണാവേ. നമ്മളീ പോകുന്ന വഴിക്ക് കള്ളിമുൾച്ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിറച്ചും അതിൻ്റെ പഴങ്ങൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളാണ്. മലയാളത്തിൽ ഈ ഒരു കള്ളിമുൾച്ചെടിയെ നാഗതാളി എന്നാണ് പറയുന്നത്. സൗദിയിലൊക്കെ ഇതിനെ ബർഷൂം പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കോമൺ ആയിട്ടും പറയുന്ന പ്രിക്കിലി പിയർ എന്നാണ് കേട്ടോ ഈ ഒരു ക്യാക്ടസിന് പറയുന്ന പേര്. ഈ ഒരു ക്യാക്ടസ് ഫ്രൂട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെയൊക്കെ അതുപോലെ തന്നെ നല്ല റെഡായിരിക്കും. അതുപോലെ ഈ ഒരു ഇലയുടെ തുമ്പത്താണ് ഇതിൻ്റെ പൂക്കളുണ്ടായിട്ട് അതിൻ്റെ പഴങ്ങളായി മാറുന്നത്. അപ്പോൾ ഈ ഒരു പഴത്തിന് മുകളിലും അതുപോലെ ഈ ഒരു ഇലയ്ക്ക് പറയുന്നത് പ്ലേറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തുമൊക്കെ നന്നായിട്ട് മുള്ളുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ഒരു ഗ്ലൗസൊക്കെ ഇട്ട് പറിച്ചില്ലെങ്കിൽ ആ മുള്ളൊക്കെ നമ്മുടെ കയ്യിൽ തറച്ചു കൊള്ളും. അപ്പോൾ അത് എന്താ പറയണേ, നമ്മുടെ പൊടി പോലെ ഇരിക്കും, നമുക്ക് കാണാൻ കൂടെ പറ്റില്ല. എള്ളെണ്ണ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കുഞ്ഞു മുള്ളൊക്കെ പൊക്കോളും. ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ക്യാക്ടസിൻ്റെ. ഇപ്പം നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു പൂവുണ്ടോ, ഈ ഒരു പൂവിൽ തേൻ കുടിക്കാൻ വരും കുഞ്ഞു കിളികൾ. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ തണ്ടിന്, അതായത് ഈ പച്ച ഭാഗം കാണുന്നിടത്ത് പശയുണ്ട് കേട്ടോ. അപ്പോൾ ആ പശയിൽ ചില സമയത്തൊക്കെ കിളികൾ ഒട്ടിയിരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ചെറിയ തേൻകുരുവികളൊക്കെ ഇല്ലേ, അവർ. പ്രകാശൻ ചേട്ടനാണ് കേട്ടോ നമ്മളോട് ആ കാര്യം പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ നടന്ന് ഇറങ്ങി പാമ്പാർ നദിയുടെ കുറുകെ കടന്ന് പോരുകയാണ്. അപ്പം നമ്മളിനി ഇവിടെ നിന്ന് വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ആദ്യം നമ്മൾ വന്നത് ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കുള്ള ഒരു ഗേറ്റ് കടന്നിട്ടാണ്. പക്ഷേ ഇത് പോകുന്നത് വേറൊരു വഴിയിലൂടെയാണ്. ബാഗിനകത്ത് തിരിക്കുക. കയറ്റം കയറണം, അതൊക്കെ പ്രശ്നം. അത് കളി വിളിച്ചത്. നമ്മളീ പോകുന്ന വഴിയിൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് പ്രകാശൻ ചേട്ടൻ അങ്ങ് മുന്നേ നടന്നുപോയി. നമ്മൾ പുറകെ പൊന്നപ്പൻചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. നമ്മളീ നടന്നു പോകുന്ന വഴിയുടെ 2 ഭാഗത്തും നിറച്ചും ക്യാക്ടസ് ആണ്. അപ്പോൾ അതിൽ നിറച്ചും പഴങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പഴുത്തോ നോക്കി ഒരെണ്ണം പറിച്ചു കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് നോക്കിയേ, ബീട്രൂട്ടിൻ്റെ ഉള്ളിലെ കളർ പോലെ തന്നെയാണ്. കഴിക്കുമ്പോൾ ഒരുമാതിരി നമ്മുടെ എന്താ പറയണേ, വാട്ടർമെലനും അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ്. അതിൻ്റെയൊക്കെ പോലെയല്ല, കുരു കുറച്ച് മുഴുത്തതാണ് കേട്ടോ. നമ്മുടെ കയ്യിലും
അതുപോലെ നമ്മുടെ നാക്കിലുമൊക്കെ നല്ല റെഡ് കളറാവും. അപ്പം അതിൻ്റെ മുള്ളൊക്കെ നമ്മുടെ കയ്യിൽ, അത് ഒരെണ്ണം പറിച്ച് നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ അതിൻ്റെ കുരു ഇതാണ്, കുറച്ച് മുഴുപ്പാണ് കേട്ടോ. ഈ ഒരു പഴം വൈറ്റമിൻ സിയുടെ നല്ലൊരു കലവറയാണ്. അതുപോലെ ചർമ്മം മികച്ചതാവാനൊക്കെ ആയിട്ടുള്ള ആസിഡും ഇതിനകത്തുണ്ട്. ഈ ഒരു കാക്ടസ് ഫ്രൂട്ടിൽ നിന്നും അതുപോലെ അതിൻ്റെ ചെടിയിൽ നിന്നുമൊക്കെ ധാരാളം ഔഷധങ്ങളും അതുപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും. ഈ ഒരു കാക്ടസ് ഫ്രൂട്ട് പഴുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറച്ചും അണ്ണാനും കിളികളും ഒക്കെ ആയിരിക്കും. അതുപോലെ ഇപ്പോഴാണെങ്കിലും അത് ചിലതൊക്കെ കടിച്ചു നോക്കിയിട്ടുണ്ട് പഴുത്തോ എന്നൊക്കെ അറിയാനായിരിക്കും. ഈ അമ്മേൻ്റെ പിന്നുണ്ടൊക്കെ കാറിക്കുന്നിട്ട് എടുക്കാം. ഇത് ചങ്ങലംപരണ്ട എന്ന് പറയുന്നൊരു ഔഷധ സസ്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എല്ലൊക്കെ ഒടിയുവാണെങ്കിൽ നമ്മളിത് അരച്ച് പുരട്ടി കെട്ടിവെക്കണം. കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലൊക്കെ കൂടിച്ചേരുമെന്നാണ് പറയുന്നത്. അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ഔഷധമാണ്. അപ്പോൾ അതുപോലെ ഇവിടെയുള്ളവർ അത് എണ്ണയിൽ വാട്ടിയെടുത്തിട്ട് ഉപ്പും പുളിയും ഒക്കെ വെച്ച് ചമ്മന്തി അരച്ച് കഴിക്കും. ഉപ്പും പുളിയും ഒക്കെ വെക്കാതിരുന്ന് കഴിഞ്ഞാൽ ചൊറിയും. അതുകൊണ്ട് അത് വെച്ചിട്ടാണ് അവർ അരയ്ക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നാ ചെറിയ ടൈപ്പില്ലേ? നമ്മളങ്ങനെ നടന്ന് വനജോത്സനയിൽ എത്താറായി. നല്ലൊരു സ്റ്റേയും അത്യാവശ്യം നല്ല രീതിയിലുള്ള അനിമൽ സൈറ്റിങ്ങും ഒക്കെ കിട്ടി. അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയതൊക്കെ. തിക്ക് ഫോറസ്റ്റിലേക്കുള്ള ആദ്യത്തെ യാത്രയാണ് നമ്മുടേത്. അപ്പോൾ ആ ഒരു യാത്രയിൽ നമുക്ക് വെള്ള കാട്ടുപോത്തിനെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.